അപ്പം നമ്മുടെ എല്ലാ പലഹാരങ്ങളും റെഡി ആയിട്ടുണ്ട്. മിച്ചർ, നല്ല അടിപൊളി മിച്ചർ, മുറുക്ക്, കേക്ക്, ഉണ്ണിയപ്പം. ഹലോ, നമസ്കാരം. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഇപ്പോൾ ക്രിസ്മസൊക്കെ ഏറ്റവും അടുത്ത് എത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പം നമ്മളെന്ത് വേണം, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കണം അല്ലേ. അപ്പോൾ ഞങ്ങൾ നോർത്തിലൊക്കെ ആയിരുന്നപ്പോൾ ഇഷ്ടം പോലെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമായിരുന്നു. നമ്മുടെ ഈ കരോളിനൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ വരാനായിട്ട്. റോഡിൽ നിൽക്കുന്നവർ പോലും നമ്മുടെ വീട്ടിലൊക്കെ വന്നാൽ കയറും. കാരണം ഫിലിപ്പ് സാറിൻ്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നല്ല ഐറ്റങ്ങളൊക്കെ കാണുമെന്ന് അവർക്കറിയാം, നല്ല കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ കാണുമെന്നറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ കട്ട്ലേറ്റൊന്നും അല്ല കാണിക്കുന്നത്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന 3-4 പലഹാരങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇപ്പം ക്രിസ്തുമസിന് വേണ്ടിയിട്ട് ഒരു 4 പലഹാരമെങ്കിലും വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് കടലമാവാണ്. കടലമാവ് വെച്ചിട്ട് മിച്ചർ ഉണ്ടാക്കണം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കണം, കേക്ക് ഉണ്ടാക്കണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കേക്ക്, പിന്നെ മിച്ചർ, ഉണ്ണിയപ്പം, മുറുക്ക്. ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് കടലമാവ് 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ 1/2 കിലോ കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിപ്പം മിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കടലമാവിനോട് വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പച്ചരി വറുത്ത് പൊടിച്ച പൊടിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല, കടലമാവ് മാത്രമേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ 2 സംഭവങ്ങളും ലാസ്റ്റ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് എരിവിന് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിന് ഇപ്പോൾ നമ്മളിട്ടത് അതിനകത്തെല്ലാം നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്വല്പം കൂടെ നമുക്ക് കായപ്പൊടി എല്ലാം കൂടെ വീണ്ടും ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടുകടല എടുത്തിട്ടുണ്ട്, കുറച്ച് കപ്പലണ്ടി, 1 കട്ടോരി വീതം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, അത്യാവശ്യം കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലതുപോലെ കുഴച്ചുകൊണ്ട് വരണം. ഇതിപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പറ്റിപ്പിടിക്കാതെ നമ്മുടെ കയ്യിൽ സ്വല്പം ഓയിൽ തേച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുത്തുകൊണ്ട് വരാം. ലൂസാക്കി കളയരുത്, നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റി വെച്ചിരിക്കുന്ന മൈദാമാവാണ്. മൈദാമാവ് വെച്ച് നമ്മൾ മുറുക്കുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൈദാമാവ് വെച്ചിട്ട് മുറുക്കുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുമ്പോഴത്തേക്ക് വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ എടുത്തതിന് ശേഷം ഈ ആവി വെള്ളം വീഴുന്നതൊക്കെ നമ്മളങ്ങ് എടുത്ത് മാറ്റണം കേട്ടോ. അതൊക്കെ എടുത്ത് മാറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സേവാനാഴി കൂടെ ഇറങ്ങി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ജീരകമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം. ജീരകം ഉണ്ടെങ്കിൽ ജീരകം ഇടാം, അല്ലെങ്കിൽ അരിമോദകം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും സ്വല്പം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് അതും നല്ല രീതിയിൽ കുഴച്ചുകൊണ്ട് വരാം. അടുത്ത ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, അത് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 2 ഗ്ലാസ് അരിക്ക് ഞാനൊരു 300 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നല്ലതുപോലെ ഉരുക്കി വെച്ചിരിക്കുകയാണ്. അതിനെ അരിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ചെറുപഴം കൂടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിക്കകത്തിട്ട് എല്ലാം കൂടെ അരച്ചുകൊണ്ട് വരണം. അടുത്തത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 3 മുട്ടയും എടുത്തിട്ടുണ്ട്, ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയും കൂടെ മിക്സിയിൽ നല്ലതുപോലെ അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ഗ്ലാസ് മൈദയൊക്കെ ചേർക്കണം. കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ കുറച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും കടലമാവ് കുഴയ്ക്കാനായിട്ട്. ഒരുപാട് വെള്ളം കോരി ഒഴിച്ചാൽ ഇത് കയ്യിലെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് വല്ലാത്ത രൂപത്തിലായിപ്പോവും. അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ നമ്മുടെ കയ്യിൽ ഇച്ചിരി എണ്ണയൊക്കെ തൂത്തിട്ട് നമ്മളിത് കുഴയ്ക്കാനായിട്ട് നിൽക്കണം. അപ്പം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ജോലികളെല്ലാം തീർന്നിട്ട് വേണം ഇത് സമാധാനത്തെ ഇരുന്ന് ചെയ്യാനായിട്ട്. നമ്മൾ ഇച്ചിരി ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നല്ലതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ക്ഷമയും വേണം, സമയവും വേണം. നമ്മുടെ പീക്കിരി ബ്രൗണി അവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുക, പുറത്ത് നിൽക്കും അവൻ. ഇപ്പം കണ്ടോ, കുഴച്ച് കണ്ടോ നല്ല മയത്തിൽ ആയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ കുറേശ്ശെ വെള്ളം അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ നനച്ച് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ കയ്യിലും പറ്റത്തില്ല. നമ്മുടെ മാവ് നല്ല പരുവത്തിന് നമുക്ക് കുഴഞ്ഞും കിട്ടും. പിന്നെ നമുക്കത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം, മറ്റുള്ള സംഭവമൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് 3 മുട്ടയും ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയും കൂടെ മിക്സിക്കകത്ത് അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തോട്ട് ആ എടുത്ത ഗ്ലാസ്സിൽ തന്നെ ഈ ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസോളം എണ്ണ എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ എടുത്തിട്ടുണ്ട്.
അതും അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മിക്സിക്കകത്ത് തന്നെ അങ്ങ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ പൊടിയൊക്കെ ഇവിടെ ഇടഞ്ഞ് വെച്ചിട്ടുണ്ട്, മൈദയും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടെ നമ്മൾ ഇടഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് കുറേശ്ശെ അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കലക്കിയെടുക്കാം. ഇപ്പം നമ്മൾ നോർമൽ കേക്കാണ് ഉണ്ടാക്കുന്നത്, അതിനകത്ത് കളറും ഒന്നും ചേർക്കുന്നില്ല. അപ്പം നല്ലതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് ടൈറ്റ് ആവുകയെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്വല്പം പാൽ അതിനകത്തോട്ട് ചേർക്കാം. കൂടുതലെടുത്ത് ഒഴിക്കരുത്, വെള്ളം ചേർക്കാത്ത പാലായിരിക്കണം കേട്ടോ. സ്വല്പം മതി, 2-3 സ്പൂണ് ഒഴിക്കാം. 2-3 ടീസ്പൂൺ ഒരു സൈഡിലോട്ട് മാത്രം കലക്കുക. അതിനകത്തോട്ട് എസൻസും ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ളതായ കേക്ക് എന്ന് വെച്ചാൽ ഇഡലി പാത്രത്തിൽ വെച്ചുള്ളതായ കേക്ക്, ചായപാത്രത്തിൽ വെച്ചുള്ളതായ കേക്ക്, അമൃതം പൊടി വെച്ചിട്ടുള്ളതായ കേക്ക്, അങ്ങനെ പലതരത്തിലുള്ള കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കാം. പിന്നെ നമുക്ക് പാത്രത്തിലോട്ടാക്കിയിട്ട് നമ്മളിന്ന് കുക്കറിനകത്താണ് വെക്കുന്നത്. അപ്പം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കൂട്ടൊക്കെ നമ്മൾ പാത്രത്തിൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ എയറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് നമുക്കിനി കുക്കറിനകത്തോട്ട് വയ്ക്കാം. അപ്പോൾ അതിന് മുകളിലിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പോ ടൂട്ടി ഫ്രൂട്ടി എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി കുക്കറിനകത്തോട്ട് കൊണ്ട് വയ്ക്കാം. ഇനി ഇത് വേവുന്നതിന് വേണ്ടിയിട്ട് ഒരു 40-45 മിനിറ്റ് വരെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് ഒരു 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് തുറന്ന് നോക്കാവൂ. നമുക്ക് നമ്മുടെ കടലമാവൊക്കെ ഒന്നും കൂടെ ഒന്ന് മയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇനി മിക്സറിൻ്റെ പരിപാടിയിലോട്ട് കയറാം. ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കണം കയ്യിൽ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കൈയൊക്കെ ഒന്ന് നനച്ച് ഒന്നുകൂടെ ഒന്ന് മയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് സേവനാഴിയിലോട്ടാക്കിയിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് കറക്കി അതിനകത്തിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ തവയൊക്കെ അടപ്പേ വെച്ചു, അതിനകത്ത് ആവശ്യമുള്ളതായി എണ്ണ ഒഴിച്ചു. സൺഫ്ലവറാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായോ ഇല്ലയോ എന്നറിയാനായിട്ട് ഒരു സ്വല്പം മാവ് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വെച്ചുകൊണ്ട് ഇത് ചെയ്യാനായിട്ട്. ഒരുപാട് ഹൈയും വെക്കരുത്, ഒരുപാട് സിമ്മും ആവരുത്. അപ്പോൾ നമുക്കിത് മാവ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ മാവ് അതിനകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ചുറ്റിച്ച് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. പെട്ടെന്ന് അങ്ങ് കറക്കി അങ്ങ് ഇടുക. വിസ്താരമുള്ള പാത്രമായതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ അതിനകത്ത് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്കിനി എല്ലാം ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കണം. ഇത് ഒരുപാട് നേരം ഇട്ടിത് തീക്ക് എണ്ണയ്ക്കകത്ത് ഇട്ടേക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ വാങ്ങുമ്പം തന്നെ കുറച്ചിരുന്നങ്ങ് ഫ്രൈ ആയിക്കോളും. ഒരു സൈഡ് നമ്മൾ മൂത്ത് വരുമ്പോഴത്തേക്ക് അടുത്ത സൈഡും ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്നൊക്കെ നമ്മളിഞ്ഞ് വാങ്ങണം കേട്ടോ. ഒരുപാട് നേരം ഇട്ടുകൊണ്ടിരിക്കരുത്, കരിഞ്ഞു പോവും. ഇനി നമുക്കത് മൂത്തിട്ടുണ്ട്, അത് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ആദ്യം ഈ മാവെല്ലാം നമുക്ക് ഇതേപോലെ മിക്സറാക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ കപ്പലണ്ടിയൊക്കെ വറുത്തെടുക്കാനായിട്ട്. അപ്പം മിക്സറെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് ലാസ്റ്റായിരുന്നു ഇത്. കണ്ടില്ലേ, ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് കൊണ്ട് മിക്സറെല്ലാം നമ്മൾ ഉണ്ടായി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വറുത്ത് കോരി എടുക്കണം. ഇപ്പോൾ നമ്മൾ അവസാനം വരുന്ന കുറച്ച് മാവും അതുപോലെ തന്നെ നമ്മുടെ ഈ സേവാനാഴിയിലെ അടപ്പിലൊക്കെ കുറച്ച് മാവൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് നമുക്കിനി ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഇപ്പം ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെയ്തൊരു ഐഡിയ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിനകത്തുള്ള നമ്മുടെ മിക്സറിൻ്റെ ചില്ലങ്ങ് മാറ്റിയിട്ട് കുറച്ചുകൂടെ വലിയൊരു ചില്ലുണ്ടല്ലോ മുറുക്കൊക്കെ ഉണ്ടാക്കാനായിട്ട്, ഇപ്പോൾ നമ്മൾ മധുരസേവയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ചില്ലുണ്ടല്ലോ, അപ്പോൾ അത് ഇടാം. അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള ഒരു ചില്ല് ഇടാം. അപ്പം അതിനകത്തോട്ട് ഈ മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കറക്കണം. അപ്പോൾ നല്ല അടിപൊളി ബൂന്തിയാണ് ഉണ്ടായി വരുന്നത്. ഒരുപാടങ്ങ് ഒഴിക്കണ്ട. എന്നിട്ട് ആ പാത്രത്തിലോട്ട് തന്നെ അതങ്ങ് പിടിച്ചിരുന്നാൽ മതി. അപ്പോൾ അത് നല്ല മണിമണിയായിട്ട് നമുക്ക് കിട്ടിക്കോളും. ബൂന്തിയെല്ലാം നമുക്ക് ഇതേപോലെ കോരിയെടുക്കാം. അതുപോലെ കുറച്ചുകൂടെ നമുക്ക് ഉണ്ടാക്കാം. നല്ല എളുപ്പട്രിക്കല്ലേ ഇത്. അടുത്തത് നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പുറത്ത് തന്നെ കേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തുവായെന്ന്. ഞാനെൻ്റെ ഒരു പഴയ കുക്കറിനകത്താണ് വെച്ചത്.
അപ്പം നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പം നമുക്കൊന്ന് കമ്പി വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ പുട്ട് കുത്തുന്ന കമ്പി വെച്ചിട്ടാണ് നമ്മൾ കുത്തി നോക്കിയത്, അതിനകത്ത് പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, നമുക്കതിൽ നിന്ന് എടുക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ട് കേക്ക് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം നമുക്കിനി കട്ട് ചെയ്യാം. നമ്മുടെ ബൂന്തിയൊക്കെ നമ്മൾ കോരിയെടുത്തു. അപ്പോൾ ആ എണ്ണയ്ക്കകത്തോട്ട് നമുക്കിനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വെച്ച് ദൂരോട്ട് മാറി നിൽക്കുക. അപ്പോൾ ഈ സമയത്ത് ഈ കറിവേപ്പില ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് വെളുത്തുള്ളി ഇടണമെന്ന് താല്പര്യമുള്ളവർക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മിച്ചറിന്. പക്ഷേ ഞാൻ ഇടുന്നില്ല, താല്പര്യമുള്ളവർക്ക് ഇടാം. നമ്മുടെ കറിവേപ്പില മൂത്തിഞ്ഞ് വാങ്ങിയതിന് ശേഷം കുറച്ച് എണ്ണ മാറ്റിയിട്ട് നമുക്ക് കപ്പലണ്ടിയും പൊട്ടുകടലയും കൂടെ വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഒരുപാട് എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ കപ്പലണ്ടി ഒന്നും വറുക്കേണ്ട കാര്യമില്ല. അപ്പം അത് വറുത്ത കപ്പലണ്ടി ആണല്ലോ. അപ്പം പിന്നെ പച്ചക്കപ്പലണ്ടി ആണെങ്കിൽ കുറച്ച് നേരം കിടന്ന് മൊരിയണം. ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ കറിവേപ്പില കോരിയെടുക്കാം. അപ്പോൾ ഈ എണ്ണ കുറച്ച് മാറ്റുകയാണ്. ഇപ്പം മാറ്റിയതിന് ശേഷം അതിനകത്ത് കപ്പലണ്ടിയും പൊട്ടുകടലയും കൂടെ വറുത്ത് കോരി എടുക്കുന്നു. പിന്നെ ആദ്യം വന്ന എണ്ണയിൽ തന്നെയാണ് ഞാൻ മുറുക്കുണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം പൊട്ടുകടല നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇടാം. ചെറുതായിട്ടൊന്ന് തീ കൂട്ടി കൊടുക്കാം. ഒരുപാട് കരിച്ചൊന്നും കളയരുത്. അതിനകത്തോട്ടൊരു സ്വല്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തൊന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിക്കും. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് തന്നെ നമ്മുടെ കപ്പലണ്ടിയും കൂടെ അങ്ങ് ഇടാം. ഇതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം, കൂട്ടേണ്ടവർക്ക് കൂട്ടാം. ചിലർക്ക് കപ്പലണ്ടി ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയുള്ളവർക്ക് ഇടാതിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ കപ്പലണ്ടിയൊക്കെ ഒന്ന് കടിക്കുമ്പോഴാണ് മിക്സറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. ഇനി ചെറുതായിട്ടൊന്ന് നിറം മാറുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റാം. പൊട്ടുകടലയുടെയൊക്കെ ഒരു പച്ച മണം ഒന്ന് മാറണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതെല്ലാം കോരിയെടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് പൊടിച്ച് കൊടുത്തിട്ട് നമ്മുടെ കൂട്ടുകളെല്ലാം ഇതിനകത്തോട്ട് ചേർക്കാം. അപ്പം കണ്ടല്ലോ, എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. പാത്രം വേറെ ആക്കി കൈയും കൊണ്ട് ഇതിനെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അരക്കിലോ ബേസനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് തവിട് പൊടി ആക്കേണ്ട കാര്യമില്ല. നമുക്കറിയാമല്ലോ മിക്സർ എങ്ങനെ ആയിരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു പരുവത്തിന് ആക്കിയെടുക്കാം. നമ്മളാണ്ട് ഇങ്ങനെ നിസ്സാരമായിട്ടുള്ള കാര്യമേ ഉള്ളൂ. നമുക്കിങ്ങനെ ചെയ്താൽ കുറേ ദിവസത്തേക്ക് നമ്മുടെ വീട്ടിലിങ്ങനെ ഈ പലഹാരങ്ങളൊക്കെ അങ്ങ് ഇരുന്നോളും. അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതായ കടലപ്പരിപ്പും കപ്പലണ്ടി ഒക്കെ അതിനകത്തോട്ട് ഇടാം. ബൂന്തിയും കറിവേപ്പിലയും ഒരു സ്വല്പം കായപ്പൊടി നമുക്ക് ഒന്ന് വിതറി കൊടുക്കാം. സ്വല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. എരിവ് ഇച്ചിരി അധികം വേണമെന്നുള്ളവർക്ക് മാത്രം. ഒരു സ്വല്പം ഉപ്പും കൂടെ വേണമെങ്കിൽ ഇടാം. അതിന് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇതിന് എല്ലായിടും ഒന്ന് മിക്സ് ആവണം. എത്ര നാൾ നമുക്ക് വെച്ചിരുന്ന അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമല്ലേ. അപ്പോൾ കടയിൽ നിന്നൊക്കെ നമ്മളൊരു കൊച്ചു പാക്കറ്റ് വാങ്ങിച്ചാൽ തന്നെ എത്ര രൂപയാവുന്നത്, എത്ര പെട്ടെന്നാണ് നമുക്ക് മിച്ചറായത്. അപ്പം നമ്മുടെ അടിപൊളി മിച്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പം കേക്കും മിച്ചറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിന് അരച്ച് വയ്ക്കണം. പിന്നെ നമുക്ക് മുറുക്കുണ്ടാക്കണം. ആദ്യം ഉണ്ണിയപ്പത്തിന് അങ്ങ് അരച്ച് വയ്ക്കാം. 2 ഗ്ലാസ് അരിയാണല്ലോ നമ്മൾ ഉണ്ണിയപ്പത്തിന് എടുത്തത്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ എടുത്തു ജാറിനകത്തിട്ടിട്ട്. അപ്പോൾ അതിനകത്തൊരു 4 ഏലക്ക കഴുകി ഇട്ടിട്ടുണ്ട്. 2 ചെറിയ പഴമാണ് ഇട്ടിരിക്കുന്നത്. അന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് അരയ്ക്കത്തേ ഉള്ളൂ കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്.
പിന്നെ അതിനകത്ത് ആവശ്യത്തിനുള്ള ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 2 പഴം ആദ്യം അരയ്ക്കും, പിന്നെ അടുത്ത പ്രാവശ്യം 2 പഴം കൂടെ, അങ്ങനെ 4 പഴം. ഒരു ഗ്ലാസ്സിന് 2 പഴം വെച്ചാണ് അരയ്ക്കുന്നത്. അപ്പോൾ ശർക്കര പാനിയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്കത് നല്ലതുപോലെ അരച്ചുകൊണ്ട് വരാം. അപ്പം നമുക്കിനി ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ട് അരച്ചുകൊണ്ട് വരാം. അരയ്ക്കുമ്പോഴേ നമ്മൾ ഇച്ചിരി തരി അതിനകത്ത് വേണം. ഒരുപാടങ്ങ് നല്ല ഫൈനായിട്ട് അരയേണ്ട കാര്യമല്ല. തരി ഉണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിന് നല്ലൊരു രസം ഉണ്ടാവുള്ളൂ. ഉണ്ണിയപ്പത്തിന് അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരയേണ്ട കാര്യമല്ല. ഒന്ന് തരിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉണ്ണിയപ്പം നമ്മൾ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്തതും കൂടെ അതേപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവെല്ലാം നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 മണിക്കൂറെങ്കിലും അത് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇനി നമുക്ക് മുറുക്കുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം മുറുക്കുണ്ടാക്കാനായിട്ട് നമ്മൾ മാവ് ആവി കയറ്റി വെച്ചിട്ടുണ്ട്. അതായത് മൈദാമാവിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതിൽ ആവി കയറ്റുമ്പോൾ ആവിയുടെ വെള്ളമൊക്കെ അതിനകത്ത് വീഴാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തോ വേണം, നമ്മൾ ആ കട്ടിയുള്ള ഭാഗമൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇടുന്നത് അയിമോദകമാണ്. സ്വല്പം അയിമോദകം അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം ജീരകം ഇടുന്നില്ല, ഞാൻ ഇപ്രാവശ്യം അയിമോദകമാണ് ഇടുന്നത്. ഇനി നമുക്കിത് നമ്മൾ ആട്ട കുഴയ്ക്കുന്ന മാതിരി നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ കുഴച്ച് കൊണ്ടുവരാം. അപ്പം നമ്മുടെ മുറുക്കിനുള്ള മാവെല്ലാം നല്ല പരുവാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മാവ് നമ്മൾ സേവനാഴിക്കകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുറുക്കാക്കി വെക്കാം. അപ്പം നമുക്ക് മുറുക്കിൻ്റെ ഷേപ്പ് നമുക്ക് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി വയ്ക്കാം. അതല്ല നമുക്ക് ഡയറക്റ്റ് എണ്ണയിൽ അങ്ങ് ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2 രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പം നല്ലതുപോലെ മുറുക്കിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ അങ്ങോട്ട് വട്ടത്തിൽ ആക്കി വയ്ക്കണം. അപ്പം മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടിപ്പോകാനൊന്നും ഇടയാവരുത്. നല്ല പരുവത്തിന് മാവ് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ ആവി കയറ്റിയിട്ട് നമ്മൾ ഈ മാവ് കുഴയ്ക്കുമല്ലോ. അപ്പോൾ അത് ഒരുപാട് നേരം ഒന്നും നമ്മൾ വയ്ക്കരുത്. മാവ് കുഴയ്ക്കുക, അപ്പോഴേ തന്നെ നമ്മൾ മുറുക്കുണ്ടാക്കാനായിട്ട് നിൽക്കുക. ഒരാൾ ഇങ്ങനെ ഷേപ്പാക്കി വെക്കുക, ഒരാൾ പറക്കിയിട്ട് മുറുക്കാക്കുക. ഒരുപാട് നേരം പൊങ്ങിപ്പോയാലുണ്ട്, മാവിരുന്ന് പൊങ്ങിപ്പോയാൽ ഇത് എണ്ണയ്ക്കകത്ത് പൊടിഞ്ഞ് അങ്ങ് എണ്ണയ്ക്കകത്ത് ചേരും. ഇപ്പോൾ എത്രയും വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ വലുപ്പത്തിൽ നമുക്കാക്കി വയ്ക്കാം. അപ്പോൾ അവനവൻ്റെ ഇഷ്ടം മാതിരി റൗണ്ടാക്കാം കേട്ടോ. നമുക്കിത് എണ്ണയ്ക്കകത്തോട്ട് ഡയറക്റ്റ് ഇടുന്നതും കൂടെ ഒന്ന് കാണിക്കാം. ഇനി ഡയറക്റ്റ് എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ അത്യാവശ്യം നല്ലതുപോലെ ചൂടായിട്ട് വേണം ഇത് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ അതിന് നമ്മളിപ്പം ഒടിച്ചെടുക്കണം. ഇത് മുറുക്കെന്ന് പറഞ്ഞാൽ മുറുക്ക് ഷേപ്പായിട്ട് നമ്മളത് ഒടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മൈദമാവ് ആവി കൊള്ളിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ഇത് ആവി കൊള്ളിക്കണം. നല്ലതുപോലെ ആവി മുകളിലോട്ട് വരുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് സിമ്മിലിട്ടിരുന്നാൽ മതി. ഇഡലി പാത്രത്തിലോ കുക്കറിലോ വെച്ചിട്ട് നമുക്കത് ആവി കൊള്ളിക്കാവുന്നതാണ്. ഒരു പാത്രത്തിനകത്ത് ഈ പൊടി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്ക് എല്ലാം വറുത്ത് കോരിയെടുക്കാം. കണ്ടോ, ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് കണ്ട് തിരിച്ചിട്ടെടുക്കാം. നല്ല മുറുക്ക് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു, സൂപ്പറായിട്ടുണ്ട്. എണ്ണ നമുക്കിത് കോരിട്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുറുക്ക് താണ്ട നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മുറുക്കായിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇനി അത് പുറത്തിരിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ അങ്ങ് ഫ്രൈ ആയിക്കോളും. കണ്ടോ, ഒരു കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി മുറുക്കായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം വറുത്ത് കോരിയെടുക്കാമേ. അപ്പം നമ്മുടെ മുറുക്ക് നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി കഴിഞ്ഞു, തീരാറായി കേട്ടോ ഉണ്ടാക്കി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ദണ്ട മുറുക്കുണ്ടാക്കി. നമ്മുടെ മുറുക്ക് നമ്മൾ ഉണ്ടാക്കി തീർന്നു. നോക്കാം, നല്ല സൂപ്പറായിട്ടുണ്ട്. 2 രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുറുക്കെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. 2 രീതിയിൽ നമ്മൾ മുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ട് ഒരു 4 മണിക്കൂറോളം കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. ഒരുപാട് പൊങ്ങി പോവരുത് മാവ്. ഒരുപാട് മാവ് പൊങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഒരുപാട് എണ്ണ കുടിക്കും. അതാണ് പ്രശ്നം. അപ്പം അതിനകത്ത് സോഡാപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല. അപ്പം പെട്ടെന്നൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ അതിനകത്ത് ഞാൻ നെയ്ക്കകത്ത് വറുത്ത് കുറച്ച് തേങ്ങാക്കൊത്താണിത്. അപ്പോൾ ആ നെയ്യും കൂടെ ചേർത്ത് അതിനകത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ എന്ത് മധുരപലഹാരം ഉണ്ടാക്കിയാലും നമുക്ക് കണ്ട ഒരു സ്വല്പം ഉപ്പ് അതിനകത്ത് ഇട്ടാൽ ഒരു കോമ്പിനേഷനാണ് മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് പിന്നെ ഇത് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഈ നെയ്യൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതുകൊണ്ട് ഇതേപോലെ വീട്ടിലെടുക്കുന്ന പാട ഉണ്ടോ, പാലിൻ്റെ പാട് നമ്മൾ എടുത്ത് വെച്ചിരുന്നാൽ ഒരു 10 ദിവസം കൂടുമ്പോൾ നമുക്ക് അടിച്ചെടുത്താൽ, അപ്പോൾ നമുക്ക് ഇതേപോലെ പാൽപ്പാട് എടുത്ത് വെച്ചിരുന്നിട്ട് ഇതുപോലെ അടിച്ചെടുത്താൽ നല്ല ഒന്നാന്തരം നെയ്യ് നമുക്ക് നല്ല പരിശുദ്ധമായ നെയ്യ് വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നല്ലതുപോലെ ഒന്ന് കലക്കിയിട്ട് ഇനി ഇത് വലിയ തവി ഒഴിച്ചൊന്നും കോരി ഒഴിക്കരുത്, മീഡിയം തവി വെച്ചിട്ട് നമുക്ക് നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ചൂടായ എണ്ണയിലോട്ട് നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മാവ് ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ വരുമല്ലോ, അപ്പം നമ്മൾ എന്താ വേണം, പെട്ടെന്ന് അത് ഒരുപാട് ഇങ്ങനെ ചാടി പോകാതിരിക്കാനായിട്ട് നല്ല ഇങ്ങനെ തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഷേപ്പ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തോട്ട് ഇരുമ്പെട്ടി വെച്ച് കുറച്ച് എണ്ണയും കൂടെ വെക്കുകയെന്നുണ്ടെങ്കിലും സംഭവം പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് നേരം നമ്മൾ ഈ ഗ്യാസിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കേണ്ട കാര്യം ഇല്ല. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ളത് കണ്ടല്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ഒലിച്ച് വരുന്നതൊക്കെ അകത്തോട്ടായിട്ട് നല്ല ഷേപ്പുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടും. ഇനി അവിടെ നിന്ന് ഒന്ന് വേവട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ തന്നെ അങ്ങ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ കണ്ടത് ഉണ്ണിയപ്പം നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ കോരിയെടുക്കാം. ആദ്യത്തെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ എണ്ണ എല്ലാത്തിനും കൂടെ ഒരേപോലെ അളവിലാക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴും ഉണ്ണിയപ്പത്തിന് നിറം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് 1 സ്പൂൺ പഞ്ചസാര, 1 അല്ലെങ്കിൽ 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തുണ്ടാക്കിയാൽ നമുക്ക് നല്ല നിറമുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ എല്ലാ ഉണ്ണിയപ്പവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ അവസാനത്തെ ഉണ്ണിയപ്പവും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് വരെ നമുക്ക് ആ എണ്ണ മാത്രം മതിയായിരുന്നു. കാരണം മാവ് ഒരുപാട് പൊങ്ങാത്തതുകൊണ്ട്, എന്ന് വെച്ചാൽ മാവ് പൊങ്ങിയാലും ഒരുപാട് എണ്ണ കുടിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ മാവ് കറക്റ്റ് പരുവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒഴിച്ച എണ്ണ കൊണ്ട് അവസാനം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ ഉണ്ണിയപ്പം കണ്ടോ, അടിപൊളി ഉണ്ണിയപ്പം ആയിട്ടുണ്ട്. അത് നമുക്കിനെ കോരിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ ഉണ്ട് ഒരു 10 ഉണ്ണിയപ്പം വാങ്ങുമ്പം തന്നെ എത്ര 35-40 രൂപയൊക്കെ ആവും ഒരു കവറിന്. നിങ്ങളൊരു 2 ഗ്ലാസ് അരി അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ ഒരു ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ എന്താ കുഴപ്പം. അപ്പം നമ്മുടെ എല്ലാ പലഹാരങ്ങളും റെഡി ആയിട്ടുണ്ട്. മിച്ചർ, നല്ല അടിപൊളി മിച്ചർ, മുറുക്ക്, കേക്ക്, ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പകുതി കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ കുറഞ്ഞ ചിലവിൽ തന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. കാരണം ഈ സമയത്തൊക്കെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും, കടകളെയൊക്കെ കുറ്റം പറയുന്നതൊന്നുമല്ല, നമുക്ക് സമയവും ക്ഷമയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഓരോ പലഹാരങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ, നമ്മുടെ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് കൊടുക്കാം. എന്താണ്, ഹോം മെയ്ഡാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സന്തോഷത്തോടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അവർ നല്ല തൃപ്തിയായിട്ട് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ലൊരു സന്തോഷമായിരിക്കും. നിങ്ങളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി സമയമുണ്ട്, പിന്നെ ഇന്ന് അതിന് സമയമൊന്നും പോയിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. ഇവിടെ ജോലി തിരക്കിനിടയ്ക്കും വീട് പണി, അതെന്ന് വെച്ചാൽ പൊടിയുടെ കൂമ്പാരമാണ്. ഇവിടെ എവിടെ നോക്കിയാലും പൊടിയും വീട് പണിയൊക്കെ ചെയ്യുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് താമസിച്ചുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾക്കും സമയവും ക്ഷമയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും വീണ്ടും ഞാൻ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഈ പിന്നെ ഒട്ടും ചെയ്യാതൊക്കെ ഇരിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അപ്പം അവർക്കൊക്കെ ഒന്ന് ഈ പലഹാരങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഷെയർ ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.